വെൽക്കം ടു റീബ്സ് വേൾഡ്. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി കൊത്താണ്. വൈകിട്ട് ചായയുടെ ഒപ്പമോ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലും കൊടുത്തയക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് 5 ഏലക്കയുടെ സീഡ്സും ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്ന വരെ മൂപ്പിച്ചെടുക്കുക. തണുപ്പാറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട, ഒരു ചെറിയ തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കുവാൻ. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങാ തിരുമിയതും 1 കപ്പ് ശർക്കര പാനിയുമാണ്. ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. ഒരു നൂൽ പരുവമാകുന്നത് വരെ തിളപ്പിച്ചെടുത്തതിന് ശേഷം അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറുവാൻ വേണ്ടി അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം തേങ്ങാ തിരുമിയതിൽ ശർക്കര പാനിയും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. വെള്ളം വറ്റുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം മുഴുവൻ വറ്റിയതിനു ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പിന്റെ പൊടിയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ചൂടോടെ തന്നെ ഇത് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കണം. അതിനുവേണ്ടി കയ്യിൽ കുറച്ച് നെയ്മയം പുരട്ടിയതിനു ശേഷം ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ബാക്കിയുള്ള മിശ്രിതം മുഴുവൻ ഉരുട്ടിയെടുക്കണം. ഈ അളവനുസരിച്ച് 25 ഉരുളകളാണ് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റിയത്. ഇനി ഈ ഉരുളകൾ മുക്കി വറക്കുവാനുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് മാവ് ഉണ്ടാക്കിയെടുക്കണം. ഈ മാവ് ഒരു ദോശമാവിന്റെയും ഇഡ്ഡലി മാവിന്റെയും ഇടയ്ക്കുള്ള പരുവത്തിലുള്ളതായിരിക്കണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം. ഉരുളകൾ ഓരോന്നും മാവിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായി പൊതിഞ്ഞെടുത്തതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഇവിടെ ഇത് അടിഭാഗം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിടാം. ഗോൾഡൻ നിറമാകുന്നത് വരെ വറുത്തെടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി വെക്കാം. അധികമുള്ള എണ്ണ പാർന്നു പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല മൊരുമരാന്നിരിക്കുന്ന നാടൻ പലഹാരമായ മുന്തിരിക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. കൂടുതൽ റെസിപ്പികൾക്ക് വേണ്ടി റീബ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.